അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി വഴിയാണ് ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്തുകയെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനായുള്ള ചർച്ചകൾക്കായി ട്രംപിന്റെ മക്കൾ ഇന്ത്യയിലേക്ക് എത്തും. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കുറച്ച് വ്യവസായികളെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനിയും നിത അംബാനിയും ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു. ഇതോടൊപ്പം ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമയായ കൽപേഷ് മേത്തയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കൽപേഷ് മേത്തയുമായി ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ കൂടെയാണ് കൽപേഷ് മേത്ത പഠിച്ചിരുന്നത്. തുടർന്നാണ് കൂടുതൽ ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറുണ്ടാക്കിയത്. ട്രംപ് അധികാരമേറ്റതോടെ കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൽപേഷ് മേത്ത ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും ഇന്ത്യയിലേക്ക് എത്തുകയും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഗുരുഗ്രാമിലും മുംബൈയിലും പൂനെയിലും നിലവിൽ ട്രംപ് ടവറുകളുണ്ട്. കൊൽക്കത്തയിലും ട്രംപ് ടവർ നിർമ്മിക്കുന്നുണ്ട്. അതിനു പുറമെ 6 ട്രംപ് ടവറുകൾ കൂടി നോയിഡ, ഹൈദരാബാദ്, ബാംഗ്ലൂരു തുടങ്ങിയ വിവിധയിടങ്ങളിലായിരിക്കും നിർമ്മിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിനും ഇടയിലുള്ള ബന്ധം എന്തായിരിക്കുമെന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ മോദിയുമായി ട്രംപ് സംസാരിച്ചിട്ടില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് വൻ നിക്ഷേപം ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനിടെ ഇന്ത്യൻ വംശജനായ ബയോടെക് സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ വിവേക് രാമസ്വാമി പുതിയ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ ഭാഗമാകില്ല എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ചുമതല ഇലോൺ മസ്കിനെ മാത്രമായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചത്. വിവേക് രാമസ്വാമി സംസ്ഥാന ഗവർണർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനാലാണ് പിന്മാറ്റമെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ടെസ്ല സിഇഒ ഇലോൺ മസ്കിനൊപ്പം ഡോജ് എന്നറിയപ്പെടുന്ന ഉപദേശക സമിതിയുടെ തലവന്മാരിലൊരാളായി വിവേക് രാമസ്വാമിയെയും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിവേക് സ്വാമി ഡോജിന്റെ ഭാഗമാകില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു.